പ്രമാണം കിട്ടിപ്പോയി. സർദാർ പിടിച്ചോ. La 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 la. ചൂട് സമയത്ത് ഐസിനേക്കാൾ വേറെ നല്ലതായിട്ട് ഒന്നുമില്ല. സംശയം നമുക്ക് പിന്നെ സംസാരിക്കാം. ആദ്യം ഐസ് കഴിക്ക്, അല്ലെങ്കിൽ ഉരുകിപ്പോകും. ഹലോ, ഞാൻ ലൈബ്രറിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ അങ്ങയുടെ അച്ഛന്റെ ആ ഡോക്യുമെന്റ്സ് ഞാൻ മോഷ്ടിച്ചോണ്ട് വന്നേക്കാം. പക്ഷെ എനിക്ക് പേയ്മെന്റ് ഇന്ന് തന്നെ കിട്ടണം. അതൊരിക്കലും മറക്കണ്ട. അങ്ങയുടെ അച്ഛൻ എഴുതി വെച്ച ആ പ്രമാണത്തിൽ അങ്ങയുടെ അനിയന്റെ പേരുണ്ടെന്നുള്ള കാര്യം അങ്ങയുടെ അനിയൻ പോലും അറിയില്ല. ബൈ. വൈകിട്ട് ഞാൻ പ്രമാണവുമായിട്ട് വന്നിട്ട് കാണാം. ഇവൻ ആരുടെ പ്രമാണം മോഷ്ടിക്കാൻ വേണ്ടി വന്നിരിക്കുക. അത് ലൈബ്രറിയിലെ ഏതോ ഒരു ബുക്കിനകത്തുണ്ട്. ഇയാളെ എന്തായാലും മോഷ്ടിക്കാൻ അനുവദിക്കരുത്. വേഗം വാ. അയാൾ എങ്ങോട്ടാ പോയത്?
നീ ഒരാളേ ഉള്ളൂ, ഞങ്ങള് 4 പേരുണ്ട്, ഓർമ്മിച്ച് നോക്ക്. എന്റെ സാറേ, ജയിലിൽ നിന്ന് പുറത്തു വന്നു എന്തായാലും നന്നായിട്ടുണ്ട്. പകൽ സമയത്ത് പുറത്തിറങ്ങിയാൽ നമ്മുടെ പണി തീരും പറഞ്ഞേക്കാം. അതെന്താ? കാരണം നമ്മൾ ജയിലിൽ നിന്ന് പുറത്തു വന്നതല്ല, ജയിൽ ചാടിയതാണ്. ഇതവൻ തന്നെയല്ലേ ചിറകടിച്ച് പറന്നു വന്ന് നമുക്ക് 8ന്റെ പണി തന്നവൻ. അവനെ ഞാൻ വെറുതെ വിടില്ല. ഇതുവഴി പൊയ്ക്കോളൂ. ഒന്ന് വേഗം വാ. നീ വേഗം എന്റെ കൂടെ വന്നേ. ഇവൻ ഉറക്കത്തിൽ നടന്നുകൊണ്ടിരിക്കുവാടി. എന്തായാലും കാര്യങ്ങൾ നമുക്ക് എളുപ്പമായി. വരൂ, അവനെ നമുക്ക് പഞ്ഞിക്കിടാം. ഒന്ന് വേഗം വാ, അവനെ വെറുതെ വിടാൻ പാടില്ല. വേണ്ട, എന്റെ കയ്യിൽ നല്ലൊരു പ്ലാൻ ഉണ്ട്. നീ വേഗം എന്റെ കൂടെ വന്നേ.
കന്നാ സാറിനെ എവിടെയും കാണാനില്ല. ഞാൻ പറയുന്നത് കേക്ക്. ഓ ഗോഡ്, ഖന്ന സാഹിബിനെ പ്രഭുവും ദേവയും പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇവരെപ്പോഴാണ് ജയിലിൽ നിന്ന് പുറത്തു വന്നത്? എന്റെ ബായ്, നീ എല്ലാവരോടും പോയി പറയേ, ഇവരെ ഞാൻ നോക്കിക്കൊള്ളാം. അവൻ അവന്റെ ഫ്ലാറ്റിലാണ് സ്വർണം മുഴുവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പ്രഭു കന്ന, താൻ ഈ കയറിലൂടെ നടന്ന് ആ വീട്ടിലേക്ക് പോകണം. എന്നിട്ട് നാഗറെഡ്ഡിയുടെ അലമാരിയിലുള്ള സ്വർണം മുഴുവനും നീ എടുത്തുകൊണ്ട് വരണം. ഖന്ന സാഹിബ് മുകളിലുണ്ട്. പ്രഭുവും ദേവയും അദ്ദേഹത്തെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. സംശയമുണ്ടോ? പ്രഭുവും ദേവനോ? വേഗം വാ. എന്റെ ബായ്, അദ്ദേഹത്തെ വിട്ടേക്ക്, അല്ലെങ്കിൽ ഞാൻ തല്ലേണ്ടി വരും. നീ ഞങ്ങളെ തല്ലുവന്നു. അതെ ബായ്, ദേഷ്യം വന്നാൽ എനിക്ക് കണ്ണും മൂക്കും കാണില്ല. ഇവന് പീകോക്ക് പോയിസൺ കൊടുക്ക്. എന്റെ ബോസ്, അതുകൊണ്ട് എന്താ പ്രയോജനം? ഇവൻ മോറിൽ നിന്നും നോ മോറായി മാറും. എന്റെ ബായ്, രണ്ട് നല്ല തമാശ പറയേ, അല്ലെങ്കിൽ ഞാൻ ഇടിച്ച് പദം വരുത്തും. എന്റെ കാര്യം പോക്കാ. ബോസ്, ഇവര് കാരണമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജയിലിലായത്. ഓടിക്കോ. ഇല്ല, ആക്രമിക്കൂ. വേഗം ചെല്ല്, ചെന്നാ സ്വർണം എടുത്തോണ്ട് വാ. പ്രഭുവും ദേവിയും സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ അവരെ വിടാൻ പോകുന്നില്ല. ഓടിക്കോ. ബോസ്, വേഗം വരൂ. ബണ്ണി, നീ കന്നാ സാറിനെ രക്ഷിക്കാൻ നോക്ക്. ഇവരെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എന്റെ കാര്യം പോക്കാ. അതെ ബായ്, നമ്മുടെ സെക്യൂരിറ്റി ഭയങ്കര ടൈറ്റാ. ഇന്ന് തന്നെ നിങ്ങൾക്ക് സെക്യൂരിറ്റി ഗാർഡ്സ് വേണമല്ലേ? എനിക്കറിയാം, തന്നേക്കാം 4 ഗാർഡ്സ്. ഇന്നലെയല്ലേ 4 ഗാർഡ്സിന്റെ അടുത്ത് ജോലിന്ന് പോയതാ. ഇപ്പൊ എക്സ്ട്രാ ആയിട്ട് ഗാർഡ്സ് ഒന്നും ഇല്ലല്ലോ. ശരി, എന്നാ ഇവനോട് ചോദിക്കാം. എന്റെ ബോയ്, തന്റെ ബോഡി അടിപൊളിയാ. ഇനി ഇതിനെ ഒന്ന് ഉപയോഗപ്പെടുത്ത. തനിക്ക് ഞാൻ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ പണി തരാം. സാറേ, സാറിന്റെ ഈ മസിലൊന്ന് നോക്ക്. ഇത് സെക്യൂരിറ്റി ഗാർഡ് ആകാൻ വേണ്ടിയല്ല, ഇത് ഹീറോ ആകാൻ വേണ്ടിയുള്ള മസിലാ. അത് 2 ദിവസം കഴിഞ്ഞ് മതി തന്നെ. ഇപ്പൊ സെക്യൂരിറ്റി ഗാർഡിന്റെ ജോലി ചെയ്യേ, ആക്ടിങ്ങിന്റെ പ്രാക്ടീസും ആവുമല്ലോ. സോറി സാറേ, സാറിന്റെ ഗുരുവാണ്, പക്ഷെ ഇത് എന്നെ കൊണ്ട് പറ്റില്ല. എടേ, ഇതൊരു ഗുരു ദക്ഷിണയായിട്ടങ്ങ് വിചാരിച്ചാ പോരെ. നടക്കില്ല, അതെന്തായാലും നടക്കില്ല. അവിടെ ആരാണ്?
ഇതെങ്ങനെ എനിക്ക് 2 നിഴലുണ്ടായി? ആ? പ്രേതം പ്രേതം ഇപ്പൊ 2 നിഴലിനെയും കാണാനില്ലല്ലോ. ആ, ഫു. ഏ? ആ? ആ, ആ, പ്രേതം പ്രേതം എല്ലാവരും ഓടി വാ. എന്റെ പുറകെ ഒരു നിഴല് പിന്തുടരുന്നുണ്ട്. കഴുതേ അത് നിന്റെ നെല്ല് തന്നെയാണ് ഞാൻ അത്രയ്ക്ക് കഴുതുന്നല്ല. ഒരാളിന് 2 നിഴൽ എന്തായാലും ഉണ്ടാവില്ല. നിനക്കൊരു നിഴലേ ഉണ്ടാകൂ. സംശയമുണ്ടോ? ദേ കണ്ടോ, ഇപ്പൊ 2 നിഴലും ഉണ്ടല്ലോ. എന്റെ പൊന്നങ്കിളെ, അങ്ങയുടെ ആരെങ്കിലും സ്റ്റാച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയതാണോ? എന്തിനാ രാത്രി മുഴുവൻ സ്റ്റാച്ചുവിനെ പോലെ അങ്ങനെ നിൽക്കുന്നത്? എന്റെ പേരക്കുട്ടിയാ സ്റ്റാച്ചു എന്ന് പറഞ്ഞിട്ട് പോയത്. ഒരു കുഴപ്പമില്ല, അങ്ങ് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആരാണിത്? മുത്തശ്ശനാണ്. ആരുടെ? പേരക്കുട്ടിയുടെ. എടാ, ഈ സ്റ്റാച്ചു മുകളിലാണല്ലോ ഉണ്ടായിരുന്നത്. ഇതെങ്ങനെ ഇവിടെ വന്നു? കള്ളനാണ്. സംശയമുണ്ടോ? ബണ്ണി, അവനാണ് കള്ളൻ. അവൻ ഓടുന്നു. അവനെ വിടരുത്. അവനെ വിട്ടുകളയരുത്. അവൻ തീർച്ചയായിട്ടും കള്ളം തന്നെയാ. അവൻ നമ്മളെ പറ്റിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ്. സൂക്ഷിച്ചു പോളോ. വണ്ടിയുടെ ബ്രേക്ക് ഫെയിൽ ആയി പോയി. എന്താ? ഏത് എക്സാമിലാ ഫെയിൽ ആയത്? എടാ കഴുതേ, അവൻ പറഞ്ഞതിന്റെ അർത്ഥം വണ്ടിയുടെ ബ്രേക്ക് വർക്ക് ചെയ്യുന്നില്ലെന്നാ. അതിന് വണ്ടിയുടെ ബ്രേക്കും നമ്മളും തമ്മിൽ എന്താണ് ബന്ധം? നമുക്ക് ഇവിടെ വണ്ടി നിർത്തേണ്ട ഒരാവശ്യവും ഇല്ലല്ലോ. എടാ, വണ്ടി ഒരിക്കലും നിർത്താൻ കഴിയുകയില്ല. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ബായ്. ഞങ്ങൾ പറന്ന് പുറത്തു പോയേക്കാം. പക്ഷേ ഞങ്ങളെ കൊണ്ട് പറക്കാൻ കഴിയില്ലല്ലോ. പുറത്തേക്ക് ചാടാൻ കഴിയുമല്ലോ. ഞാൻ പറയുന്നത് കേക്ക്. തോത്താറാം വണ്ടി സ്ലോ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാരും കൂടി പുറത്ത് ചാടണം. എന്താ ബായ്, റെഡിയാണോ? വീടെത്താറായി. 3 ചാടിക്കോ. എങ്ങനെയാ ഇപ്പൊ വണ്ടി നിർത്തിയത്? എന്റെ ബായ്, ബ്രേക്ക് ശരിയായി. ഈ വണ്ടിയുടെ ഒരു കാര്യം. ഹണി ബണി പോപ്പറ്റ് സോർദാർ കണ്ണ സർ വീണ്ടും ഉറക്കത്തിൽ നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്റെ ബായ്, ഇതിൽ പേടിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? രാവിലെ അങ്ങ് ഉണർന്നേക്കും. അതെ, അദ്ദേഹം ഉറങ്ങിക്കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കുക. അദ്ദേഹത്തിന് ഉറക്കത്തിൽ നടക്കുന്ന അസുഖമുണ്ട്. എവിടെ പോയിന്ന് എനിക്ക് അറിയില്ല. പേടിക്കണ്ട, ഞങ്ങള് പോയി അദ്ദേഹത്തെ കണ്ടുപിടിക്കാം. ഞാൻ പോയി വണ്ടി കൊണ്ടുവരാം. വേണ്ട, വീണ്ടും വണ്ടിയുടെ ബ്രേക്ക് ഫെയിലിയർ ആയാലോ? നമുക്ക് നടന്നു തന്നെ പോകാം. അതെ, നമുക്ക് എത്രയും പെട്ടെന്ന് പോയി കണ്ടുപിടിക്കാം. വരൂ. വരൂ. ഇവൻ എന്തായി കാണിക്കുന്നത്? ഇവൻ ഉറക്കത്തിൽ നടക്കുകയാണ്. ഇവൻ ഉറക്കത്തിൽ നാഗറെഡ്ഡിയുടെ വീട്ടിൽ നിന്നും സർവ്വസ്വർണവും എടുത്തുകൊണ്ട് വരികയും ചെയ്യും. അതിനെക്കുറിച്ച് ഇവൻ അറിയുകയുമില്ല. രണ്ട് പേര് രണ്ട് വഴികളിൽ കൂടി പോയി അവനെ പിടിച്ചോണ്ട് വരാൻ നോക്ക്. മോന, നീ റോബർട്ടിനോടൊപ്പം പോയാ മതി. ടോണിക്കൊപ്പം പോകണ്ട.
അതെന്താണ് ബോസ്? കാരണം നീ ടോണിയോടൊപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ മോണോടോണി ആയി പോവും. അയ്യോ ചേട്ടായി അങ്ങോട്ട് നോക്കിയേ. ചേട്ടായി താൻ അങ്ങോട്ടൊന്ന് നോക്ക്. വേണ്ട, ഞാൻ അവനെ പിടിക്കും. ഇല്ല, ഞാൻ പിടിക്കും. പിടിച്ചു. റോബോട്ട് പിടിച്ചിരിക്കുന്നു. സബാ